കമൻസ് വെച്ച് തന്നെ തുടങ്ങാം. കാരണം ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് സൂപ്പറിന്റെ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. നമുക്ക് 2 വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ ദിസ് കമൻസ്. അടുത്തത് പിന്നെ വന്നിട്ടുള്ള കമൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മുതൽ അവന്റെ ഡ്രീമാണ് ജോമോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കുക്കി എണീറ്റിട്ടുണ്ടെങ്കിൽ തലമണ്ട കിട്ടും. അപ്പൊ ആസ്വദിച്ചോ നല്ലവണ്ണം പൊളിച്ചു. ടേക്ക് ഫോറെവർ താഴെയൊരു സൂപ്പറുണ്ട്. എനിവേ താങ്ക് യു ഗൈസ്. ചെയ്തു ഈ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും ഡ്രീമാണോ അല്ലയോ എന്ന്. അപ്പൊ കുത്തിയിരുന്ന് കണ്ടോ. നെക്സ്റ്റ് എന്തായാലും കുഴപ്പമില്ല, ഒരുപാട് വൈകാതെ ഇട്ടാൽ മതി. പിന്നെ സീൻ പിടിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇച്ഛായിന്റെ കണ്ടോളും. താഴെ സത്യം എന്നൊരു റിപ്ലൈ. എന്തായാലും സത്യമാണ്. അതെ. എനിവേ താങ്ക്സ് ഫോർ ടു ബഡീസ് ഫോർ ദിസ് കമന്റ്. അപ്പൊ അടുത്തത് അടിപൊളിയാണ്. പിന്നെ കുറെ റെഡ് ഹാർട്ട് ഉണ്ട് ചേച്ചി വെയിറ്റിംഗ് തേക്കൊക്കെ. പിന്നെ കുറെ റെഡ് ഹാർട്ട്. ഞാൻ ഏതായാലും എല്ലാ ഹാർട്ടുകളും സ്വീകരിക്കും. അടുത്ത പിന്നെ കുറെ ഇമോജീസ് ഉണ്ട്. സൂപ്പർ എപ്പിസോഡായിരുന്നു. പിന്നെ കുറെ ഹാർട്ടുകൾ ഇതെല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. എനിവേ താങ്ക് യു ഗൈസ്. പിന്നെ കുറച്ച് ഹാർട്ടുകൾ വന്നിട്ടുണ്ട്, അതും ഞാൻ സ്വീകരിച്ചിരിക്കും. താഴെ 2 ഹാർട്ടുണ്ട്, മുകളിൽ 4 ഹാർട്ട്, താഴെ 2 ഹാർട്ട്, ടോട്ടൽ 6 ഹാർട്ട് ഞാൻ സ്വീകരിച്ചു. പിന്നെ വന്നിട്ട് പിന്നെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാർട്ട് ഞാൻ സ്വീകരിച്ചു, പിന്നും ചെയ്തിട്ടുണ്ട്. ഹാപ്പി. ജീവിതത്തിലെ ട്വിൻസ് ഇല്ലാത്ത ഞാൻ ഈ ചിത്രത്തിലെ ട്വിൻസിനെ വെച്ച് സമാധാനിക്കുന്നു. അപ്പോൾ നേരെ വന്ന കാര്യം പറയാം. ഒന്നാമത് ഞാൻ നേരത്തെ വീഡിയോ ഇടണമെന്ന് ആലോചിച്ച് വെച്ചതായിരുന്നു. പക്ഷെ ഇതില് 2-3 സ്ഥലത്ത് പാട്ട് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം വൈകി. സംഭവം ഇവിടെ പൊങ്കല് എന്തൊക്കെയാ പറയുന്നത്, പൊങ്കൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാളെ പൊങ്കൽ ഞാൻ ഇന്ന് വൈകിട്ടാണ് പൊങ്കലാണെന്ന് അറിയുന്നത് പോലും. അത്രയ്ക്ക് നല്ല കുട്ടിയായതുകൊണ്ട്. അപ്പോ ഞാൻ വൈകിട്ട് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം വരെ തൂങ്ങ, ഉച്ചയ്ക്ക് എനിക്ക് പോവുക, പിന്നെയും തൂക്കം, അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്കെന്നറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. ആകെ ഇന്നലെ വൈകിട്ട് വന്ന് തൂങ്ങിയിട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് 11 മണിക്കൊക്കെയാണ് ഞാൻ എണീറ്റത്. അതിൽ നിന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് കുത്തിയിരുന്ന് ചോറൊക്കെ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ എഡിറ്റ് ചെയ്തു. പക്ഷെ ഇന്ന് 2 എപ്പിസോഡ് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത്. ലാസ്റ്റ് ഒരു 3-4 മിനിറ്റ് കൂടെ കഴിഞ്ഞാണ് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് കഴിയണ്ടേ? അതുകൊണ്ടാണ് ഈ വീഡിയോ മ്യൂസിക് മാത്രം ആഡ് ചെയ്ത് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതും കൂടെ ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് സോ സോറി ആൽമീസ്. എന്തായാലും യു എൻജോയ്. ഇനിയിപ്പോ കുറച്ചു ദൂരം കൂടെ കഴിഞ്ഞാൽ നമ്മള് വീടിന്റെ അടുത്തെത്താനായില്ലേ. കുഗ്രാമത്തിലേക്ക് കയറൂലേ, അവിടെ കടയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി മുത്തശ്ശിക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഫുഡായിട്ട് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ് വാങ്ങിക്കാം. ഞാൻ ഇപ്പൊ വാങ്ങിക്കാം. എന്തേലും വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട മോനെ. അവിടെ എത്തുമ്പോ ഒന്ന് സൂക്ഷിക്കണേ, അവിടെ നല്ല മഴയുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങിയല്ലോ. ഇനിയിപ്പോ സമയം എന്തോ 4:30 ആയല്ലേ. നമ്മള് 2 മണിക്കല്ലേ ഇറങ്ങി. ഇനി എന്തായാലും വീടെത്താനായില്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോ, എനിക്കൊന്നും വേണ്ട. കുക്കു ഇറങ്ങിപ്പോയല്ലേ, സാരമില്ല. മുത്തശ്ശിക്ക് അറിയണ്ട, മഴയാണെന്ന് അറിഞ്ഞ 4 ബ്ലാങ്കറ്റും എടുത്ത് മൂടിപ്പൊഴിച്ച് കിടന്ന് ഉറങ്ങാളാ. 10-12 മണിയാവുന്നേരം പിന്നെ നോക്കണ്ട, എനിക്കെത്തേയില്ല. ഇനിയിപ്പൊ എന്റെ ടീഷർട്ടിന്റെ അകത്ത് എങ്ങാനും കയറുമെന്നാണ് എന്റെ പേടി. അനാവശ്യം പറയരുത്. തനിക്ക് എളുപ്പമെങ്കിലും ഉത്തരവാദിത്വം. അതെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കാലിനൊക്കെ ഒരു കുഴപ്പം വെക്കണ്ടേ? ആ ഉത്തരവാദിത്വം പോലും താങ്കൾക്ക് എന്താണ് ഇല്ലാതെ പോയത്? എന്തായാലും കുഴപ്പമില്ല. ടീഷർട്ട് നല്ല കട്ടിയൊക്കെയുണ്ട്, എടുത്തിട്ടു തരാമോ? കുഞ്ഞിക്കാൽ എഴുന്നേറ്റോ? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതിനുപോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ. അവൾക്ക് എന്റെ ടീഷർട്ട് എഴുതുന്ന പിന്നെ ഞാൻ എന്തോടത്ത് നടക്കും വെച്ചേ. അതെ, മീറ്റർ കണക്കിന് നീളമുള്ള സാരിയല്ലേ എടുത്തിരിക്കുന്നേ. നീ കോഴിക്കുഞ്ഞും മൂടിക്കിടക്കുന്ന പോലെ മൂടിയെങ്കിൽ കിടന്നാ മതി. സമയമാകുമ്പോ ഞാനങ്ങ് വിളിച്ചോളാം. അതായത് ഏതെങ്കിലും ഒരു മൂലിക്ക് ഒതുങ്ങി കിടക്കടി. ദൈവം ചോദിച്ചിട്ടുണ്ട് എന്നോട്. ദൈവം പണ്ടാരാണെങ്കിൽ ഈ റോഡ് ഈ കാറ് വല്ല പൊട്ടകണ്ടിലും അയ്യോ ഇപ്പൊ ഞാൻ ചാവില്ലേ. വേണ്ട, ദൈവം എന്നെ ഗ്രേസി ജീവൻ രക്ഷിക്കട്ടെ. തനിക്കുള്ള പണി തരും. എടി ഉണ്ടക്കണ്ണ കാണിച്ച് എന്നെ പേടിപ്പിക്കാതെ പുറത്തേക്ക് ആ ഉണ്ടക്കണ്ണ തള്ളിയൊന്ന് നോക്ക്. നിന്നേക്കാൾ എന്ത് നല്ല മനോഹരമായ പ്രകൃതിയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് വീടെത്തും. പിന്നെ ഇത് കാണാൻ പറ്റില്ല പറഞ്ഞ് എന്നെ പറയരുത്.
மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை. എന്താ മോനെ എത്തിയോ? വേഗം വന്നതുപോലെ ഉണ്ട്. മോന് ബുദ്ധിമുട്ടായല്ലേ? എന്റെ ഉണ്ണിക്കുട്ടന് ഉറക്കൊഴിച്ച് യാത്ര ചെയ്തല്ലേ? സാരമല്ല. അതെ, നിങ്ങൾ രണ്ടുപേരും നിൽക്കട്ടോ. ഞാൻ പോയിട്ട് ആരത എടുത്ത് ഒഴിഞ്ഞിട്ട് നിങ്ങൾ കയറിയാൽ മതി. ശരി, ഞാൻ എന്നാ പിന്നെ വേഗം പോയിക്കോട്ടെ. നല്ല മഴയുണ്ട്, സൂക്ഷിക്കണേ, പനി പിടിക്കും മഴ നനഞ്ഞ. അയ്യോ മുത്തശ്ശി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി എപ്പോഴായാലും ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാലോ. ഞങ്ങൾക്ക് മാത്രമല്ല, മുത്തശ്ശി പുറത്തിറങ്ങിയ മുത്തശ്ശിക്കും പനി പിടിക്കാം. അതിനൊന്നും ആവശ്യമില്ല മുത്തശ്ശി. അതെ മുത്തശ്ശി, അത് ശരിയാ. കുക്കു പറയുന്നതിനും കാര്യമുണ്ട്. മുത്തശ്ശി ഇനി പുറത്തിറങ്ങിയ മുത്തശ്ശിയുടെ വയ്യാതെയായ അത് നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാവില്ലേ, പിന്നെ വിഷമാവില്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് വേണ്ട, നമുക്ക് കുറെ പരിപാടികളൊക്കെ ഉള്ളതല്ലേ. ആർക്കടാ വയസ്സായത്? നിനക്കോ? അല്ല, വയസ്സായത് നിന്റെ മമ്മിക്കാ. അതെ, അന്നായാലും നിന്നായാലും പ്രഭാവതിക്ക് പ്രായം 18. അതിന്റെ ആരോഗ്യമൊക്കെ ഉണ്ട്. എന്താ ഈ പിള്ളേര് നിങ്ങൾക്ക് പനി പിടിക്കുന്നത്? ഞാൻ ഈ ചേർത്ത് കളിയിൽ തന്നെ കളിച്ചോളാർന്നേ. എന്തായാലും എടാ മോനെ, നീ വേണം ഇവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. ഞാൻ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് എടുത്ത് നിൽക്കും. മര്യാദയ്ക്ക് രണ്ടും കൂടെ കയറി വന്ന് ഐശ്വര്യമായിട്ട് വലത്തുകാട് വെച്ച് കയറിക്കോണം. ഓക്കെ? ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ വരണം. ഞാൻ പോയിട്ട് ആരതി എടുത്തിട്ട് വരാം. ഈ കണ്ണിയുടെ പറച്ചിന് കേട്ടതൊന്നും ഇങ്ങനെ വീട്ടിന്റെ കൊച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് കെട്ടുകൊണ്ടാവുന്നതാണ്. നിലവിളക്ക് കൊടുത്ത് ആദ്യം ആരതി ഒഴിഞ്ഞാൽ മതി. ഇപ്പൊ നിലവിളക്ക് കൊടുത്ത് പോണ്ടേ. ശിവനെ അനുഗ്രഹിക്കണേ. എന്തേലും ആവട്ടെ, എന്തായാലും എനിക്കെന്നെ ജോലി കാണാനോ. ഇടപ്പൊട്ട, നിന്നെ കാണാനും നിന്റെ കൂടെ സംസാരിക്കാനും വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെടാം മനുഷ്യനോട്. ഇത് വല്ലത് നീ അറിയുന്നുണ്ടോ? ഈ ദിവസം അത് എന്റെയും നിന്റെയും ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമായിരിക്കും. ജീവിതകാലം മുഴുവൻ നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. അതിന് ഞാൻ വരാമെന്ന് സമ്മതിച്ചത്. മുത്തശ്ശിക്കും എനിക്കും കൂടി ചേർന്ന് ഇച്ചിരി പരിപാടികളുണ്ട്. അതിന്റെ തുടക്കം നിലവിളക്കിന്ന് തന്നെ ആരംഭിച്ചേക്കാം. ഐശ്വര്യമായിട്ട് തുടങ്ങണമല്ലോ. നിന്റെ ചോയുടെ കാര്യത്തിൽ ഇന്നത്തോടെ ഞാനൊരു തീരുമാനം എത്തും. അതില്ലേ ആ കുളത്തിടമില്ലേ, ആ കുളത്തിടന്റെ ബാക്കിലായിട്ട് സർപ്പക്ഷേത്രമൊക്കെ ഉള്ള ആ കുളം ഇവിടെ 2 ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ. ആ സർപ്പക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ടോ, അല്ല സർപ്പക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ട് വരുന്ന കുളം, അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അവിടെ ആരും വരില്ല, കാട് പിടിച്ച് കിടക്കും. എന്റെ പൊന്നു സർപ്പദേവങ്ങളെ, ഈ പാവത്തോട് ക്ഷമിച്ചേക്കണേ. ഞാൻ നിങ്ങളുടെ അനന്തരാശിയെ ചതിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും എനിക്ക് എന്റെ ജോലി ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനോട് ക്ഷമിച്ചേക്കണേ. ജോ ജോ പൊട്ടക്കണ്ണ, നീ ഇത് എവിടെ പോയിട്ടാടാ കിടക്കുന്നേ? ഒന്ന് വിട്ടെ, ആരെങ്കിലും കണ്ട അത് വലിയ ഇഷ്യൂ ആവും കേട്ടോ. അതെ, എങ്ങനെയുണ്ട് എന്റെ തുണിയില്ലാത്ത ഈ വേഷം? അതെ, നീയല്ലേ പറയാറ് റെഡ് സാരിയായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇട്ടിട്ടാണ്. എങ്ങനെയുണ്ട്? പിന്നെ ഇന്നിവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. മഹാഭാവി, ഇങ്ങനെയാണൂടി നീ അങ്ങേരുടെ കൂടെ ആ കാറി തന്നെ? മിക്കവാറും നീ ഇന്ന് അങ്ങേരുടെ കൺട്രോള് തെറ്റിച്ചിട്ടുണ്ടാവും. ഒരാളായത് കൊണ്ടല്ലേ എനിക്കത് പറയാൻ പറ്റുന്നേ. അനാവശ്യം പറയല്ലേ. അങ്ങനെ നിന്നെ പോലെയൊന്നുമല്ല. അതെ, ഇവിടെ വെച്ച് നമ്മളെ ഇങ്ങനെ നിൽക്കുന്നത് ആരെയും കണ്ടാലുണ്ടല്ലോ പണിയാവും കേട്ടോ. കണ്ടില്ലേ, എന്തായാലും നീ ഇങ്ങനെ പോയിക്കോ. അതെ, എന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ഇവിടെ എൻ്റെ അച്ഛനും ഏട്ടനും പോലുമില്ല എനിക്ക് സപ്പോർട്ടായി സംസാരിക്കാൻ. ആകെ മുത്തശ്ശിയും കടവയും മാത്രമേ ഉള്ളൂ. കടവ് പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കും, പക്ഷെ മുത്തശ്ശി ഒരേട്ടി അനങ്ങത്തില്ല. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കി ഒന്ന് പെരുമാറ കേട്ടോ. മോൻ അങ്ങോട്ടേക്ക്
എന്റെ പൊന്നി അങ്ങ് സമ്മതിച്ച്. അങ്ങേര് ശ്രീരാമചന്ദ്രൻ. നമ്മളോ ലങ്കയിലേക്ക് ശ്രീരാമന്റെ ധർമ്മപത്നി സീത അടിച്ചുകൊണ്ടു പോകുന്ന പോലെ അങ്ങേരുടെ കയ്യിൽ നിന്ന് നിന്നെ അടിച്ചുകൊണ്ടു പോകുന്ന രാവണൻ പോരെ. എന്റെ പൊന്നി അങ്ങേരെ നിനക്ക് ഇഷ്ടമല്ല എന്നും എന്ന് അങ്ങേരെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ കടിച്ചു കയറാൻ വരികയും ചെയ്യും. എന്റെ പൊന്നെ ഇങ്ങനെ പെണങ്ങല്ലടാ. ഞാൻ അത്രത്തെ വാശി എന്ന് പറഞ്ഞു പോയതല്ലേ. എനിക്ക് രാവണേക്കാൾ ഇഷ്ടം രാവണന്. കാരണം രാവണൻ സീതയെ കൊണ്ടിട്ട് ഒന്ന് തൊട്ടത് പോലെ ഇല്ലല്ലോ. രാവണൻ ലങ്കയുടെ ഐശ്വര്യമായിട്ടല്ലേ സീതയെ കണ്ടേ. രാമനെ പോലെ സീതയെ ഉപേക്ഷിച്ചൊന്നുമില്ലല്ലോ. അതും ഗർഭിണി. അതുകൊണ്ടാ എനിക്ക് രാവണനെ ഇഷ്ടം. ഇറ്റ്സ് ഓക്കെ, ഞാനത് ചുമ്മാ പറഞ്ഞ, നീ കാര്യമാക്കല്ലേ. ഐ ലവ് യു. ലവ് യു ടു. ഇപ്പോഴും നിന്റെ ജീവിതത്തിലെ ശ്രീരാമചന്ദ്രനെയും രാവണനെയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. സീതയെ ഉപേക്ഷിക്കുന്ന രാമൻ അതാരാണെന്ന് നമുക്ക് വഴിയെ കണ്ടറിഞ്ഞാ പോരെ. സാർ അത് സർ ഞങ്ങളത് പെടുന്ന അല്ല ഇതാനേട്ടാ സർ. എനിക്ക് ജോയെ ഇഷ്ടം. ജോലി ഞാനും ഇഷ്ടത്തിലാണ്. പരസ്പരം കല്യാണം കഴിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ഞാൻ സാറിന്റെ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചേ. ഞാൻ ജോയെ കല്യാണം കഴിക്കാം. അല്ല, ജോ എന്നെ കല്യാണം കഴിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് പരസ്പരം. തടുക്കരുത്. അയ്യോ, അത് നിങ്ങൾ എന്നോട് നേരത്തെ പറയണ്ടേ. എന്നാ പിന്നെ ഞാനായിട്ട് അങ്ങ് കെട്ടുനിർത്തി തരില്ലേ. ഇത് കൊള്ളാലോ പിള്ളേരെ. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങളെ പ്രേമിക്കുന്ന. എടാ പിള്ളേരെ, നിങ്ങളുടെ ഭാവി മിനി ബോസുകളില്ലേ, വരന്റെ ഉത്തരത്തിന്റെ ഉടമയാണ് ഈ നിൽക്കുന്ന കുക്കു. അപ്പോ അവളെ തൊട്ട അവൻ എന്തു ചെയ്യണം? നമുക്ക് തീരുമാനിക്കാം. നീ ഇന്ന് വന്ന് നിനക്ക് ഉമ്മ തരാനായിട്ട് ഈ ഇവാനായിട്ട് എവിടെയുള്ളപ്പോ നീ ഇതിന് ആരാന്റെ അടുത്ത് പോകേണ്ട ആവശ്യം? അതൊക്കെ നമ്മുടെ പിള്ളേർക്ക് മോശമല്ലേ. ആ ദിവസം വരാനാ പറഞ്ഞ നിന്റെ അടുത്ത്. തുടക്കത്തിൽ തെളിഞ്ഞത് ഇപ്പോഴും വലിയ ചേച്ചിയൊന്നും ചോദിക്കരുത്. സംഭവം നിങ്ങൾക്ക് പാട്ട് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ കാരണം കോപ്പിറൈറ്റ് വരാതിരിക്കാൻ ചെറിയ ചേഞ്ചസ് വരുത്താൻ നോക്കിയതാ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയില്ല. കുറച്ച് വൈബ്രേഷൻ കൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറയ്ക്കുക കൂട്ടുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്.